ബി.ജെ.പി. നിയമസഭാ കക്ഷിയോഗം ചേരുകയാണ്. 48 എം.എൽ.എമാരുടെ പിന്തുണ അറിയിച്ചാണ് നയാബ് സിംഗ് സൈനി ഇന്നലെ ഗവർണർക്ക് കത്ത് നൽകിയത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, എപ്പോഴാണ് ഈ വിശ്വാസ വോട്ടെടുപ്പ്? അത് സുഗമമായി മറികടക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണോ ബി.ജെ.പി.? വേണു, രാവിലെ 11 മണിക്കാണ് വിശ്വാസ വോട്ടെടുപ്പ്. സുഗമമായി മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ഉള്ളത്. കാരണം 90 നിയമസഭയിൽ 46 കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ. അത് മറികടന്ന് ഇപ്പോൾ 48 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്നാണ് നയാബ് സിംഗ് സൈനി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റത്. എന്തായാലും ഇന്നിപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ 41 എം.എൽ.എമാർ ബി.ജെ.പിക്കുണ്ട്, 6 സ്വതന്ത്ര എം.എൽ.എമാർ ബി.ജെ.പി പിന്തുണയ്ക്കുന്നുണ്ട്, ഒരു പ്രാദേശിക പാർട്ടിയുടെ എം.എൽ.എ ബി.ജെ.പി പിന്തുണയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ജെ.ജെ.പി പാർട്ടിയിൽ 10 എം.എൽ.എമാരുള്ള ജെ.ജെ.പി പാർട്ടിയിൽ 4 എം.എൽ.എമാർ ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത് വലിയ ശ്രദ്ധേയമായൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എം.എൽ.എമാരുടെ വോട്ട് ആർക്ക് ലഭിക്കുമെന്നതും ഇപ്പോൾ ഒരു ആകാംക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 50-ന് മുകളിലേക്ക് ബി.ജെ.പിക്ക് തങ്ങളുടെ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയും. എന്തായാലും അല്പസമയത്തിനും തന്നെ വിശ്വാസ വോട്ടെടുപ്പ് ആരംഭിക്കും. 2019-ൽ 10 ലോക്സഭാ സീറ്റിൽ 10ഇടത്തും ബി.ജെ.പി വിജയിച്ചിരുന്നു. ഒരിടത്താണ് അന്ന് ജെ.ജെ.പി മത്സരിച്ചത്. പക്ഷേ ഇത്തവണ തങ്ങൾക്ക് 2 സീറ്റ് വേണം. ഹിസാർ കൂടാതെ ഭിവാനി അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് തങ്ങൾക്ക് മത്സരിക്കണമെന്നൊരാവശ്യമാണ് ബി.ജെ.പി നേതൃത്വം മുൻപാകെ വെച്ചത്. അതിൽ പരിഹാരമുണ്ടാത്തൊരു പശ്ചാത്തലത്തിലാണ് ഈ സഖ്യം പിളരുകയും അതിനുശേഷം ഈ പുതിയ മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി അവിടെ ചുമതലയേറ്റത്. എന്തായാലും മനോഹർലാൽ ഖട്ടർ ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായാണ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നയാബ് സിംഗ് സൈനിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ലെങ്കിലും ഈ വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പരിഗണന നൽകാമെന്ന് ബി.ജെ.പി നേതൃത്വം അറിയിച്ചെങ്കിലും അതിന് വഴങ്ങാൻ ദുഷ്യന്ത് ചൗട്ടാല തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇന്നലെ ചില നാടകീയ രംഗങ്ങൾ ഹരിയാനയിൽ അരങ്ങേറിയത്. അതിനുശേഷം ഇപ്പോൾ നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയെ ചുമതലയേറ്റു. ഇന്ന് രാവിലെ 11 മണിക്കാണ് വിശ്വാസ വോട്ടെടുപ്പ്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ.